ഇരിക്കുന്ന ഏറെ ബഹുമാന്യനായ ഞാൻ ജ്യേഷ്ഠ ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച കേരള ചരിത്രത്തിൽ ആമുഖം ആവശ്യമില്ലാത്ത ഒരേ ഒരു വർഗീസ് വൈദ്യന്റെ മകൻ ശ്രീ ലാൽ കൽപ്പകവാടി, കേരളത്തിന് ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇത്രയും ധീരമായ ഒരു രചന സമ്മാനിച്ച് ചരിത്രത്തോട് നീതി പുലർത്തേണ്ടവനാണ് ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ സത്യാന്വേഷി എന്നതിന് അടിവരയിട്ട ശ്രീ രവിവർമ്മ തമ്പുരാൻ, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് കൂടിയായ ശ്രീ കെ ഗോപകുമാർ, കൈരളിക്ക് ഇത്തരമൊരു പുസ്തകം വീണ്ടും സമ്മാനിക്കുന്ന വേദ ബുക്സിന്റെ ഉടമയായ ശ്രീ ഷാബു പ്രസാദ്, നമുക്ക് സ്വാഗതം പറഞ്ഞ ഹരികുമാർ സർ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വേദിയിലിരിക്കുന്നവരെ പോലെ തന്നെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ് മുൻപിലുള്ളത്. എല്ലാ ജ്യേഷ്ഠന്മാർക്കും നമസ്കാരം. ഈ ഒരു പുസ്തകം ഏറ്റുവാങ്ങാൻ എന്നെ നിയുക്തനാക്കി എന്നുള്ളത് ജീവിതത്തിലെ വലിയ ഒരു നിയോഗമായി തന്നെയാണ് കരുതുന്നത്. കാരണം ഇത്രയും മഹത്തുക്കളോടൊപ്പം വേദി പങ്കിടുക, കേരള ചരിത്രത്തിലെ ഏറ്റവും ഭീഭത്സമായ ഒരു രംഗത്തിന്റെ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്ന ഗ്രന്ഥം ഏറ്റുവാങ്ങാൻ അവസരം കിട്ടുക എന്നുള്ളത് അസുലഭമാണ്. അതുകൊണ്ട് തന്നെ ഏറെ വിനയത്തോടെ, ഏറെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഞാൻ ആ പുസ്തകം ഏറ്റുവാങ്ങിയത്. കഠോപനിഷത്ത് പറയുന്നു, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷണ പാവൃണോ സത്യധർമായ ദൃഷ്ടയെ എന്നാണ് ഭാരതീയ ശാസ്ത്രം പറയുന്നത്. അതായത് ലോകത്തിലെ സത്യം അത് മൂടിവെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഭാരതത്തിന്റെ മതം. വെറുതെ മൂടിവെച്ചിരിക്കുകയല്ല, സുവർണ പാത്രം കൊണ്ടാണ്, ഹിരൺമയേന പാത്രേണ എന്നാണ്, സ്വർണപാത്രം കൊണ്ടാണ് സത്യത്തെ മൂടിയിരിക്കുന്നത്. ആ സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യ ജീവിതത്തിന്റെയും അടിസ്ഥാനപരമായ ധർമ്മം. അതൊരു മാധ്യമ പ്രവർത്തകനാകുമ്പോൾ ആ ധർമ്മം ഇരട്ടിക്കുകയാണ്. കാരണം സത്യത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. സത്യം നമ്മെ തേടിയെത്തില്ല. സത്യാന്വേഷണം എന്നുള്ളതാണ് മാനവരാശി എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ ഏറ്റവും കൂടുതൽ നയിക്കുന്ന ചോദന അല്ലെങ്കിൽ വികാരം എന്നുള്ളത് സത്യാന്വേഷണമാണ്. അതുകൊണ്ടാണ് ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞത്, സത്യം എന്നുള്ളത് സ്വർണപാത്രത്തിൽ മൂടി വെച്ചിരിക്കുന്നു. നാം അതിന്റെ പുറമോടി കണ്ട് ഭ്രമിച്ച് മടങ്ങിപ്പോവുകയാണ്. അല്ലെങ്കിൽ ഇതാണ് സത്യമെന്ന് തെറ്റിദ്ധരിക്കുക. സ്വർണം കണ്ടിട്ട് ഇതാണ് സത്യമെന്ന് നാം ധരിക്കുകയാണ്. അല്ല, ആ സ്വർണപാത്രത്തിന്റെ മൂടി ഒന്ന് മാറ്റിയാൽ മാത്രം കാണാൻ സാധിക്കുന്നതാണ് സത്യമെന്നാണ് ഭാരതം പറയുന്നത്. അപ്പൊ ഇനി ലോകത്ത് എഴുതപ്പെട്ട ചരിത്രങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അത്തരത്തിൽ സ്വർണപാത്രത്തിന്റെ ഒരു മൂടിയുണ്ട്. ആ സ്വർണപാത്രത്തിന്റെ മൂടി മാറ്റി നോക്കാൻ എത്ര പേർ ധൈര്യപ്പെടുന്നു എന്നതാണ് മാനവരാശിയുടെ സത്യസന്ധതയുടെ അല്ലെങ്കിൽ മുൻപോട്ടുള്ള പ്രയാണത്തിന്റെ കാതൽ. ഇത് അധികമാർക്കും ധൈര്യമുണ്ടാകില്ല. കാരണം ഇവിടെ പറഞ്ഞു, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. ഇതും ഭാരതം പറഞ്ഞിട്ടുള്ളതാണ്. സത്യം പറയണം, പ്രിയമേ പറയാവൂ, അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞുകൂടാ എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊരു ചരിത്ര വിദ്യാർത്ഥിക്കോ, ഒരു ഗവേഷകനോ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കോ, ചരിത്രകാരനോ ചേർന്നതല്ല. അത് വ്യക്തിബന്ധങ്ങളിൽ പാലിക്കേണ്ടതാണ് ന ബ്രൂയാത് സത്യം അപ്രിയം എന്നുള്ളത്. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെയാണ് ഭാരതീയ ഋഷീശ്വരന്മാർ ആ ഒരു വരികളിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നൈരന്തര്യമുള്ള ഒരു ജനപഥത്തെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് അവരെ മുൻപോട്ടേക്ക് നയിക്കുക. സത്യം മാത്രമേ നയിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും, അതിന് എത്ര സുവർണ നിറമുള്ള പേപ്പറുകൾ കൊണ്ട് പൊതിയാൻ ശ്രമിച്ചാലും, സ്വർണം കൊണ്ട് തന്നെ മൂടി വെച്ചാലും ഒരു നാൾ അത് വെളിവാക്കപ്പെടുക തന്നെ ചെയ്യും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ രവിവർമ്മ തമ്പുരാന്റെ ഈ പുസ്തകം തന്നെ.
കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ പറ്റിയും അവരുടെ ബൗദ്ധിക കാപട്യത്തെ പറ്റിയും ഒക്കെ പറയാൻ പണ്ഡിത ശ്രേഷ്ഠനായ ഖാദർ സാറുണ്ട്. ഞാൻ ആ വേദിയിൽ വലിയ സാഹസത്തിനൊന്നും മുതിരുന്നില്ല. പക്ഷെ എങ്കിലും ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി പറഞ്ഞിരിക്കുന്നു. ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കെട്ടിപ്പടുത്തിട്ടുള്ളത് നുണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത ഏതോ ഒരു സ്വർഗരാജ്യത്തേക്ക് ആട്ടിത്തെളിയിക്കുന്ന ആടുകളെ പോലെ നീങ്ങാൻ വിധിക്കപ്പെട്ടവരാണ് അണികൾ. അവർക്ക് തിരിച്ച് ചോദ്യം ചോദിക്കാൻ അവകാശമില്ല. ഏതോ ഒരു വാഗ്ദത്ത ഭൂമി ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവിടേക്ക് അവരെ ആട്ടിത്തെളിക്കുകയാണ്. ആരെങ്കിലും തിരിഞ്ഞു നിന്നാൽ അതിന് കശാപ്പുകാരന്റെ കത്തിക്കിരയാകേണ്ടി വരും. അങ്ങനെയാണ് പാർട്ടിയുടെ ചരിത്രം. അങ്ങനെയാണ് ലോകമെമ്പാടും പാർട്ടി കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വ്യത്യസ്തമൊന്നുമല്ല. ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1920 താഷ്കന്തിൽ രൂപം കൊണ്ടു എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ പറയുന്നു, CPI പറയുന്നു 925 കാൺപൂരിലാണ്. എന്തായാലും 920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 64 പിളർന്ന ഉണ്ടായ CPIM പറയുന്നു ഞങ്ങൾ 20 തന്നെ ഉണ്ടായി എന്നുള്ളത്. പക്ഷെ ആ 20 ഉണ്ടായ സാഹചര്യം വിലയിരുത്തുമ്പോഴാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാപട്യത്തെ പറ്റി നമുക്ക് മനസ്സിലാവും. 920 ഇവിടെ ബഹുമാനപ്പെട്ട ലാൽ പറയുകയുണ്ടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു കാപട്യത്തെ പറ്റി, അവരുടെ എന്താ പറയുന്നത് രീതികളെ പറ്റി അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അവർക്ക് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഖാദർ സാർ വ്യക്തമായി പറയുന്നുണ്ട്, ദേശീയത. ഇവിടെ സ്റ്റാലിനെ കാണാൻ പോയ കഥ ബഹുമാനപ്പെട്ട ലാൽ സാർ പറഞ്ഞു. നേതാക്കന്മാര് പോയപ്പോ സ്റ്റാലിൻ കൊടുത്ത ഉപദേശം എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആയിരുന്നു സ്റ്റാലിൻ. ലോകത്തിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായിരുന്നു. ദശലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് സ്റ്റാലിൻ കൊന്നു തള്ളിയത്. ആ സ്റ്റാലിൻ ഉണ്ടായിരുന്ന ബോധം പോലും ഇല്ലാത്തവരായിരുന്നോ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിത്തുപാകിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദേശീയ ബോധം പോലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് കേരളമെങ്കിലും സമകാലിക രാഷ്ട്രീയത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം. കാരണം ഇതിപ്പോ ഞാൻ തന്നെ എഴുതിയ പുസ്തകമാണ്, ഇത് മറന്നുപോയത് കൊണ്ടാണ് ഒന്ന് എടുക്കുകയാണ്. നമ്മുടെ അറിവിൽ 964 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിളർന്നത്. പക്ഷെ ചരിത്രം നോക്കുമ്പോൾ അങ്ങനെയല്ല. ജനിക്കും മുമ്പോൾ തന്നെ പിളർന്നിട്ടുണ്ട്. 920 താഷ്കന്റിൽ രൂപം കൊണ്ടു. 25 ഔദ്യോഗികമായി ഇന്ത്യയിൽ പ്രവർത്തനം തുടങ്ങി. കാൺപൂരില് ഇത് തുടങ്ങുന്നതിന് മുൻപ് സത്യഭക്ത എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു. ആ സത്യഭക്തയാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിയത്. ഈ കാൺപൂരിലെ ഔദ്യോഗിക യോഗത്തിന് മുൻപ് 925 കാൺപൂരിൽ യോഗം ചേർന്നത്, ഡിസംബർ മാസത്തിലാണ്. അതിന് തൊട്ട് മുൻപാണ് സത്യഭക്ത ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ വിളിച്ചു ചേർത്തു. ശിഖാരവേലി ചെട്ടിയാർ, ഹസ്രത് മൊഹാനി തുടങ്ങിയ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ചേർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ആ യോഗം അലസിപ്പിരിക്കുകയാണ് ഉണ്ടായത്. എന്തായിരുന്നു കാരണമെന്ന് അറിയുമോ? കാരണം അന്ന് താഷ്കന്റിൽ നിന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്ന മാനവേന്ദ്രനാഥ റോയ് എന്ന് പറയുന്ന MN റോയ് ആയിരുന്നു. ആ MN റോയ് ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറയാണ്, ഇറ്റ് വുഡ് ബി എ ബിട്രേയൽ ഇഫ് ദ കമ്മ്യൂണിസ്റ്റ് fail to recognize the international character of the class struggle. അടുത്ത വരി ശ്രദ്ധിച്ചു കേൾക്കണം. A national communist is an enemy of the proletariat. അതായത് ദേശീയ ബോധമുള്ള കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണെന്ന്. അപ്പൊ എന്താണ് ഇവരുടെ ചിന്തയുടെ അടിസ്ഥാനമെന്ന് നമുക്ക് പിടികിട്ടും. ദേശീയത എന്നുള്ളത് കമ്മ്യൂണിസത്തിനെതിരാണ്. നിങ്ങൾ ക്ലാസ് വാർ സംഘടിപ്പിക്കുമ്പോ, അധ്വാന വർഗ സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോ, തൊഴിലാളികളെ അധ്വാനിക്കുന്നവരെ ഒക്കെ സംഘടിപ്പിക്കുമ്പോ അത് ഇന്റർനാഷണൽ ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിലാകണം. ഒരിക്കലും ദേശീയതയുടെ അടിസ്ഥാനത്തിലാകരുത്. ദേശീയതയുടെ അടിസ്ഥാനത്തിലായാൽ അത് അടിസ്ഥാന വർഗത്തിന്, അധ്വാന വർഗത്തിന് എതിരാണ് എന്ന് പറഞ്ഞ MN റോയിയുടെ വാദമാണ് ആദ്യ യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടത്. ദേശീയമായി ഇന്ത്യൻ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ച ശിഖാരവേലി ചെട്ടിയാരും ഹസ്രത് മൊഹാനിയും മുമ്പ് പറഞ്ഞ സത്യഭക്തയും ഒക്കെ നിരാശരായി അവർ ഇറങ്ങിപ്പോവുകയാണ്. അതായത് ആരാണോ യോഗം വിളിച്ചു ചേർത്തത് അവർ തന്നെ ഉദ്യമം ഉപേക്ഷിച്ചു. അതേ യോഗത്തിൽ ഒരു തർക്കം കൂടി നടന്നിരുന്നു. എന്തായിരിക്കണം ഇന്ത്യയിൽ രൂപം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര്?
നമ്മളൊന്നും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഖാദർ സാറിനൊക്കെ വളരെ കൃത്യമായി ദീർഘനേരം സംസാരിക്കാൻ പറ്റും. നിങ്ങൾ ചില കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചേരുമ്പോ അല്ലെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ ഒക്കെ പത്രവാർത്തകൾ നമുക്ക് കേൾക്കാറുണ്ട്. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉൾപ്പെടുത്തേണ്ട വാക്കിനെ പറ്റി സാറേ ചർച്ച നടക്കാറുണ്ട്. അതിനെ പറ്റിയാണ് ആഴ്ചകൾ നീളുന്ന ചർച്ച. എന്ത് വാക്കുപയോഗിക്കണം? എങ്ങനെയാണ് ഈ മുമ്പ് ഞാൻ പറഞ്ഞത് ജനങ്ങളുമായി ബന്ധമില്ല എന്നതിന്റെ ഏറ്റവും ഇവര് വേറൊരു തലത്തിലാണ് ജീവിക്കുക. എന്ത് വാക്ക് ഉൾപ്പെടുത്തണം? അപ്പൊ ഇത് ആദ്യ യോഗത്തിൽ ചർച്ചയായി. എന്തായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് എന്നുള്ളത്. അപ്പൊ അതിന് അദ്ദേഹം പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് വേണോ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണോ? നമുക്കറിയാം സ്വാഭാവികമായും ദേശീയവാദികളായ നേതാക്കന്മാർ പറഞ്ഞു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്ക് പേരിടാം. പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് ആഗോള കമ്മ്യൂണിസത്തിന്റെ ഒരു ബ്രാഞ്ചാണ് ഇന്ത്യയിലുള്ളത്. ഈ പേരിന്റെ തർക്കത്തിന്റെ പേരിൽ ആദ്യ യോഗം അലസിപ്പിരിഞ്ഞ ചരിത്രം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായി ഇവർ ദേശീയത എന്ന സങ്കല്പത്തിനെതിരാണ്. അതുകൊണ്ടാണ് 1947 ഇന്ത്യയെ വിഭജിച്ചപ്പോ രണ്ടായിട്ട് വേണമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞപ്പോ രണ്ടായിട്ടല്ല 17 വേണമെന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ആവശ്യപ്പെട്ടത്. അത് കേവലം ആവശ്യപ്പെട്ടതല്ല, എഴുതി കൊടുത്തു. ബ്രിട്ടൻ എഴുതി കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗികമായ രേഖയാണത്. കാരണം ഇന്ത്യ ഒരു ദേശീയതയല്ല. ഇന്ത്യ എന്നുള്ളത് കേവലം ഒരു രാഷ്ട്രമല്ല. അതിനെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ 17 ഭാഷകൾ എന്ന് സംസാരിക്കുന്നുണ്ട്. ആ 17 ഭാഷകളും 17 ദേശീയതയാണ്, അല്ലെങ്കിൽ 17 രാഷ്ട്രമാണ് എന്ന് വാദിച്ചവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ. അതുകൊണ്ടാണ് രണ്ടായിട്ടല്ല 17 ഇന്ത്യയെ വിഭജിക്കണമെന്ന് അവർ ആവശ്യപ്പെടാനുള്ള ധൈര്യം അവർക്കുണ്ടായത്. ഇതിന്റെ ഏറ്റവും ചെറിയ രൂപമായിരുന്നു പുന്നപ്രയിലും വയലാറിലും കണ്ടത്. 4 വെടിവെപ്പുണ്ടായത്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ പുന്നപ്രയിലെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. അന്നും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ജീവൻ പൊലിഞ്ഞ, ജീവൻ വെടിഞ്ഞ ഒരു രക്തസാക്ഷിയെ അവഹേളിക്കാൻ ഞാൻ തയ്യാറല്ല. അവരുടെ രക്തസാക്ഷിത്വത്തെ ജീവനേക്കാൾ വിലമതിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർ നിരപരാധികളായി. അവർ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം മാത്രമല്ല ജീവനും കൊടുക്കാൻ തയ്യാറായവരാണ്. അവർ ധീര ദേശാഭിമാനികൾ തന്നെയാണ്, ധീരന്മാരായിരുന്നു. അവരുടെയൊക്കെ പിന്മുറക്കാര് ഇന്നും ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരം ഒരു പുസ്തകം പുറത്തിറക്കുന്നതിലൂടെയോ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിലൂടെയോ അതുമല്ല എങ്കിൽ ആ ഒരു പുഷ്പാർച്ചന നടത്തിയതിലൂടെ അവരെ ആരെയും അവഹേളിക്കുക എന്നത് നമ്മുടെ അജണ്ടയെ അല്ല. നമ്മുടെ ലക്ഷ്യം എങ്ങനെയാണ് ഈ നിരപരാധികളെ ഇവർ പറഞ്ഞു പറ്റിച്ചത്, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പുന്നപ്രയിലും വയലാറിലും നടന്ന സമരത്തിന്റെ ന്യായങ്ങളെ പറ്റി തമ്പുരാൻ വളരെ വിശദമായി പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് കേവലം രാഷ്ട്രീയമായ കാരണമായിരുന്നില്ല, ചില വ്യക്തിപരമായ കാരണങ്ങൾ പോലും. നിങ്ങൾ ഒരു പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ ഞെട്ടിപ്പോകും. ഒരു കല്യാണ വീട്ടിലുണ്ടായ തർക്കം പോലും ഇതിന്റെയൊക്കെ ഇന്ധനമായി മാറിയിട്ടുണ്ട്, തമ്പുരാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാകാം ഈ പുസ്തകം ഇനി വേണ്ട എന്ന് കേരളത്തിന്റെ മുൻപ് ഇവിടെ പറഞ്ഞ ഇന്റലക്ച്വൽ ടെററിസ്റ്റുകൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നാം സത്യത്തെ ഉപാസിക്കുന്നവരാണ്. ഭാരതം സത്യത്തെ മാത്രമാണ്. അതുകൊണ്ടാണ് ഭാരതം അതിന്റെ ആപ്തവാക്യമായി സത്യമേവ ജയതേ എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. സത്യം പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പുന്നപ്ര വയലാറിൽ ജീവിതം ഒടുങ്ങിപ്പോയ സാധാരണ മനുഷ്യരോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട്, എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ടാണ് നാം അവിടെ പുഷ്പാർച്ചന നടത്തിയത്. അത് വേറെ രാഷ്ട്രീയമായ തലം, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ എങ്ങനെയാണ് അവരെ പറഞ്ഞു പറ്റിച്ചത്? നിരവധി അനുഭവ കഥകൾ. ഇതൊന്നും ഒരു BJP-കാരന്റെയോ കോൺഗ്രസുകാരന്റെയോ ഒന്നും കണ്ടെത്തലല്ല. അന്ന് പാർട്ടിയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച, അല്ലെ പാർട്ടിയെ നയിച്ചിരുന്നവർ, ഈ സമരത്തിന്റെ കാരണഭൂതരായി മാറിയവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വി ആർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഞങ്ങൾ അതിന് തയ്യാറല്ലായിരുന്നു. പക്ഷെ ആരായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ചത്? ഇവിടെ ബഹുമാനപ്പെട്ട വർഗീസ് വൈദ്യന്റെ വെളിപ്പെടുത്തലുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, TB തോമസിനെ കാണുമ്പോ അവര് എന്താണ് പറയുക, ആത്മസുഹൃത്തുക്കളാണ്.
ടി.വി. തോമസ് എന്ന് പറയുമ്പോ ആരുടെയെങ്കിലും തോളത്ത് കയറി പൊക്കം അവകാശപ്പെടേണ്ട നേതാവൊന്നും ആയില്ല. അദ്ദേഹം സ്വയമായി തന്നെ കേരളത്തിൽ പ്രൗഢമായ സ്ഥാനം അലങ്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റാണ്. റിയൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഒരുപക്ഷെ വർഗീസ് വൈദ്യനും റിയൽ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാകാം ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റിവെച്ചത്. അല്ലെ, ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് കാണാത്തത്. ഇവിടെ പറഞ്ഞത് കേട്ടപ്പോ സ്വാഗത പ്രാസംഗികന് പറയേണ്ടി വന്നു, 2 സിനിമകളിലൂടെയെങ്കിലും വർഗീസ് വൈദ്യനെ പുതുതലമുറ ഓർക്കുന്നുണ്ടല്ലോ എന്ന് പറയേണ്ടി വന്നത് മുമ്പ് പറഞ്ഞ സൈഡ് ലൈൻ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം എന്താ, വർഗീസ് വൈദ്യൻ റിയൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. സത്യം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ അവർക്ക് ഇഷ്ടമല്ല. അന്ന് വർഗീസ് വൈദ്യൻ പറയുകയാണ്, ടി.വി. തോമസിനെ അദ്ദേഹത്തിന്റെ ആലപ്പുഴ ടൗണിലുള്ള വീട്ടിൽ വന്ന് കണ്ടപ്പോൾ ടി.വി. തോമസിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ 108ാമത്തെ പേജിൽ വർഗീസ് വൈദ്യൻ പറയുകയാണ്. അതിന്റെ ആദ്യ കുറെ കാര്യമുണ്ട്, ഞാനത് വായിക്കുന്നില്ല. ടി.വിയുടെ 2 കണ്ണുകളും നിറഞ്ഞു. എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ രംഗങ്ങളിൽ ഒന്നായിരുന്നു അത്. ടി.വി എഴുന്നേറ്റു. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. ടി.വി ഒരു റിക്ഷയിൽ കയറി വീട്ടിലേക്ക് പോയി. അതിനു മുൻപ് പറയുകയാണ്, എനിക്ക് വെടിയേൽക്കുന്നതിനോ തൂക്കിലേറുന്നതിനോ യാതൊരു ഭയവുമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ടി.വി. തോമസ് വർഗീസ് വൈദ്യനോട് പറയുകയാണ്. പക്ഷേ ഞാൻ ഇന്ന് വികാര വിവശനാണ്. നിരപരാധികളായ അനേകം ആളുകളെ കൊലക്കളത്തിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതായത് ഈ സമരത്തിന്റെ മുഖ്യ സംഘാടകനായ സഖാവ് ടി.വി. തോമസ് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിരപരാധികളെ കൊലക്കളത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പൊ എവിടെയാണ് ഈ കോൺസ്പിരസി നടന്നത്? ഈ സമരത്തിന്റെ ഡിറ്റക്ടറായിരുന്നു കുന്തക്കാരൻ പത്രോസ്. എവിടെ പോയി പത്രോസ്? ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആരെങ്കിലും ആ ഒരു പേര് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ പറയാൻ ധൈര്യപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയുമോ കുന്തക്കാരൻ പത്രോസിനെ? തമ്പുരാന്റെ പുസ്തകത്തിൽ അതുണ്ട്. ഇന്ന് കുന്തക്കാരൻ പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കേരള കൗമുദിയുടെ പഴയ ലേഖകനായിരുന്ന ജി യദുകുലകുമാർ എഴുതിയ കുന്തക്കാരനും ബലിയാടും, അല്ലെ, കുന്തക്കാരനും ബലിയാടും എന്ന പുസ്തകം വായിക്കണം. ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആണ്, കിട്ടാനില്ല. നിങ്ങൾ തിരക്കി ഇറങ്ങി നോക്കൂ, കിട്ടില്ല. കാരണം സത്യങ്ങൾ മൂടിവെക്കപ്പെടണമെന്ന് ആരൊക്കെയോ ശഠിച്ചിരിക്കുന്നു. കാരണം ഇത് അറിയാൻ പാടില്ല, ജനം ഇത് അറിയരുത്. അവിടെയാണ് വേദാബുക്സും രവിവർമ്മ തമ്പുരാനും നടത്തുന്ന ഇടപെടലിൽ ചരിത്ര സംഭവമായി മാറുന്നത്. കാരണം ഇത്തരം ഇടപെടലുകളാണ് എപ്പോഴും മുൻപോട്ടേക്ക് നയിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വെടിവെപ്പിന്റെ ന്യായാന്യായങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് നേതാക്കന്മാർ ഈ സമരത്തെ ഓൺ ചെയ്തില്ല? അല്ലെ, ഒരു സമരത്തിലേക്ക് നേതാവിന്റെ ആഹ്വാന പ്രകാരം എത്തുന്ന അണികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അന്ന് വലിയ അരക്ഷിതാവസ്ഥയായിരുന്നു ഈ നാട്ടിലൊക്കെ നിലനിന്നിരുന്നത്. പട്ടാളം ഇറങ്ങി വെടിവെപ്പൊക്കെ ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഇന്ന് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടല്ലോ കേരളത്തിൽ പ്രബലമായി. എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്? 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണല്ലോ അധികാരം കൈയാളുന്നത്. 1957 മുതൽ അവർ അധികാരത്തിലുണ്ട്. എത്ര പേർ മരിച്ചു എന്നതിന്റെ കണക്ക് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയുമോ? അവർക്ക് അറിയുമായിരിക്കാം, പക്ഷെ അവർ പൊതുജനങ്ങളോട് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിയമസഭയിൽ രേഖകൾ ഉണ്ടാകാം, നമ്മുടെ പബ്ലിക് ലൈബ്രറികളിൽ ഉണ്ടാകാം. പറഞ്ഞതുപോലെ ഇനിയും ആരെങ്കിലും അതിന് ഇറങ്ങിത്തിരിക്കേണ്ട സത്യാന്വേഷികൾ ഇനിയും അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർക്കാർ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. എന്തേ? തങ്ങൾ നയിച്ച സമരത്തിൽ എത്ര പേര് മരിച്ചു എന്ന് പറയാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിക്കാതെ പോകുന്നത്. അപ്പോ ആ മരണം ഒളിച്ചു വെക്കേണ്ടത് ആരുടെയൊക്കെയോ അജണ്ടയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് വലിയ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നവരതിനെ സ്വാതന്ത്ര്യ സമരമായി ആഘോഷിക്കുകയാണ്. ആഘോഷിച്ചു കൊള്ളട്ടെ, തെറ്റില്ല. കാരണം അവിടെ മരിച്ച നിരപരാധികൾക്ക് അങ്ങനെയെങ്കിലും ശാന്തി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് വ്യത്യസ്തമായ രാഷ്ട്രീയ എതിരഭിപ്രായങ്ങളുള്ള നിരവധി പേരുണ്ടാകാം. അത് സ്വാതന്ത്ര്യ സമരമല്ല എന്ന് വാദിക്കുന്നവരുണ്ടാകാം, ആണ് എന്ന് പറയുന്നവരുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, അതും ചരിത്രം ഇനിയും തിരുത്തേണ്ടതാണ്. സ്വാതന്ത്ര്യ സമരമായ അംഗീകാരം കിട്ടിയത് എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞു മൻമോഹൻ സിംഗ്, ക്ഷമിക്കണം, VP സിംഗിന്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അല്ലെ, എനിക്ക് നമ്മുടെ ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരം CPIയുടെ നേതാവായിരുന്ന ഇന്ദ്രജിത് ഗുപ്ത ഇന്ത്യയുടെ ആഭ്യന്തരം കൈയാളിയ കാലഘട്ടത്തിലാണ് പുന്നപ്ര വയലാറിനെ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിച്ചത്. പോയിക്കൊള്ളട്ടെ, അതിനകത്തൊരു ദുസ്വാധീനം ഒക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ചോദ്യം അവിടെ അല്ല. ഇത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു സമരം?
പറയണ്ടേ? എന്തായിരുന്നു നിങ്ങളുടെ സമരത്തിന്റെ ഉദ്ദേശം? നിങ്ങൾ ആർക്കെതിരെയാണ് സമരം ചെയ്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്നത് സ്വാതന്ത്ര്യ സമരമായിരുന്നു, ബ്രിട്ടനെതിരെയായിരുന്നു എന്നാണ്. സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ ബ്രിട്ടനെതിരെ ചെയ്യണം. അന്ന് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുണ്ടോ? അറിയില്ല. നിങ്ങൾ ചരിത്രം പഠിച്ചവരാണ്. കേരളത്തിൽ അങ്ങനെ ബ്രിട്ടന്റെ വലിയ സ്വാധീനമൊന്നും ഉണ്ടായിട്ടില്ല. വൈദേശിക അധിനിവേശം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. മലബാറിന്റെ ചില ഭാഗങ്ങളിൽ പഴശ്ശിയുടെ കാലഘട്ടത്തിൽ യുദ്ധമുണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ, ടിപ്പുവിന്റെ പടയോട്ട കാലഘട്ടം ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ കേരളം ഏറെക്കുറെ അങ്ങനെയല്ലേ, ഏറെക്കുറെ വൈദേശിക ആക്രമണത്തിൽ നിന്നും അതെ, മദ്രാസ് സ്റ്റേറ്റില് അന്ന് മലബാർ ഭാഗം ബ്രിട്ടീഷ് സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ തിരുവിതാംകൂറിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എടുത്താൽ ഇവിടേക്ക് വലിയ അധിനിവേശമൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് തിരുവിതാംകൂറിൽ രാജഭരണമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഇവിടെ സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടതില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചു. കാരണം തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അല്ല സമരം, രാജാവിനെതിരെ ഉത്തരവാദ ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം ഉണ്ടായിരുന്നു. കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഇത് സ്വാതന്ത്ര്യ സമരമാണെന്ന് അവകാശപ്പെടുമ്പോൾ ആർക്കെതിരെ എന്ന് പറയണം. അപ്പോ അവർ പറയും സർ CP-ക്കെതിരെയായിരുന്നു, CP-ക്കെതിരെയായിരുന്നു സമരമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയും. സത്യമാണ്. CP-ക്കെതിരെ നടത്തിയ സമരത്തിന് 25 രാഷ്ട്രീയ അല്ലെങ്കിൽ 25 ആവശ്യങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉന്നയിച്ചിരുന്നത്. അതേപറ്റിയൊക്കെ ഈ പുസ്തകത്തിൽ വളരെ വിശദമായി പറയുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കത്തില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 2 സംഭവങ്ങളോട് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 946 തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടൻ തീരുമാനിച്ചിരുന്നു. നമുക്കറിയാം ചരിത്രം. 45-ൽ 2ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. ബ്രിട്ടന് ലോകത്തിലുള്ള എല്ലാ കോളനികളിലുമുള്ള സ്വാധീനം നഷ്ടപ്പെടുന്നു. അവർക്ക് കോളനികൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു. ഇതാണ് യാഥാർത്ഥ്യം. 2ാം ലോക മഹായുദ്ധത്തിലുണ്ടായ ഭീമമായ തിരിച്ചടി, കോളനികളെ നിലനിർത്താൻ ബ്രിട്ടന് സാധിക്കാതെ വരുന്നു. അപ്പോൾ തന്നെ എല്ലാ രാഷ്ട്രങ്ങൾക്കും സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇന്ത്യക്കും സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനാണ് തീരുമാനിച്ചത്. 947-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ ഇന്ത്യയിൽ ഉണ്ടായി. അത് എന്ന് പറഞ്ഞാൽ 45 അവസാനമാകുമ്പോഴേക്കും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നു. പിന്നെ സമരമില്ല. കാരണം 46-ൽ പണ്ഡിറ്റ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാരാണ് ഭരിക്കുന്നത്. ഇന്ത്യക്കാരന് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. 947-ലാണ് നമുക്ക് ഔപചാരികമായി സ്വാതന്ത്ര്യം കൈമാറിയത്. പക്ഷെ 46 മുതൽ നമ്മളുടെ ഭരണക്രമം, ഇന്ത്യക്കാരെ നിയന്ത്രിക്കുന്ന സർക്കാർ ഉണ്ടായിരിക്കുന്നു. ആ സമയത്താണ് 946 ഒക്ടോബർ മാസത്തിൽ മാനത്ത് നിന്ന് പൊട്ടി വീണതുപോലെ തിരുവിതാംകൂറിൽ വെടിവയ്പുണ്ടാകുന്നത്. ആരുടെയായിരുന്നു അജണ്ട? ബ്രിട്ടൻ ഭരണം അവസാനിപ്പിച്ചു പോകാൻ തീരുമാനിക്കുമ്പോൾ ബ്രിട്ടനെതിരെ എന്ന പേരിൽ തിരുവിതാംകൂറിൽ നിരപരാധികളെ നിറതോക്കിന് മുമ്പിലേക്ക് തള്ളിവിട്ടു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടേണ്ട ബാധ്യത പുതുതലമുറയുണ്ട്. അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായ MN വിജയൻ, അദ്ദേഹത്തെ മികച്ച ഒരു അധ്യാപകൻ എന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. അദ്ദേഹം സൈദ്ധാന്തികനോ ബുദ്ധിജീവിയൊന്നും അല്ലെന്നാണ് പിണറായി വിജയന്റെ അഭിപ്രായത്തിൽ. അദ്ദേഹം മികച്ച ഒരു അധ്യാപകനായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും MN വിജയൻ മാഷ് തന്നെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യം ചോദിച്ചാൽ കുട്ടിയെ ക്ലാസ്സിൽ നിന്നും ഇറക്കി വിടാൻ അധ്യാപകന് സാധിക്കും. പക്ഷെ അപ്പോഴും ചോദ്യം അവിടെ നിലനിൽക്കുമെന്നാണ്. അല്ലെ? കുട്ടിയെ ഇറക്കി വിടാൻ പറ്റും. ഇഷ്ടമല്ലാത്ത ചോദ്യം ചോദിച്ചാൽ അധ്യാപകന് ഉത്തരം അറിയില്ലെങ്കിൽ കുട്ടിയെ ഇറക്കി വിടാം, മാറ്റി ഇറക്കാം, നീ ഇറങ്ങടാ ക്ലാസ്സിന് വെളിയിൽ എന്ന് പറഞ്ഞ് ഇറക്കി വിടാം. പക്ഷെ ചോദ്യം അവിടെ ഉണ്ട്, ഉത്തരം കിട്ടാതെ. കുട്ടി മാത്രമേ ക്ലാസ്സിന് പുറത്ത് പോകുന്നുള്ളൂ, ചോദ്യം പോകുന്നില്ല എന്ന് വിജയൻ മാസ്റ്റർ പറഞ്ഞു. അതേപോലെ ചില ചോദ്യങ്ങളാണിത്. ശ്രീ KC ജോർജ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് സർ CP-യുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴങ്ങിക്കൊടുത്തതിനെ പറ്റി. അദ്ദേഹത്തിന്റെ ആത്മകഥ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സർ CP ഭക്തിവിലാസം ബംഗ്ലാവിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായ KC ജോർജിനെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. ആദ്യം പോയില്ല, VT പുന്നൂസിനെ അയച്ചു. അപ്പൊ പറഞ്ഞു പുന്നൂസ് അല്ല വരേണ്ടത്, ജോർജ് വരണം. ജോർജിനെ നേരിട്ട് കാണാൻ ആവശ്യപ്പെട്ടു. സർ CP-യുടെ മുൻപിൽ ചെന്നിരുന്നു. എന്താണ് കാര്യം? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇത് സ്വതന്ത്ര തിരുവിതാംകൂറാണ്. ഇവിടെ പുറമേ നിന്നുള്ള ആരുടെയും ഇടപെടൽ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു സർ CP. അപ്പൊ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പൊ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഈ തിരുവിതാംകൂറിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഇന്ത്യയിലെ മറ്റു പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ളതല്ല. അതായത് അന്ന് തിരുവിതാംകൂറിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല,
അന്ന് പ്രവർത്തിക്കുന്നത് തിരുവിതാംകൂർ കോൺഗ്രസ്സാ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാൽ എന്താ കുഴപ്പം? കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കേണ്ടി വരും. സർ, CP അതിന് തയ്യാറായിരുന്നില്ല. CP പറയുന്നത് സ്വതന്ത്ര രാഷ്ട്രമാണ്, സ്വതന്ത്ര തിരുവിതാംകൂറാണ്, അമേരിക്കൻ മോഡലാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്നാണ് CP വാദിച്ചത്. അപ്പൊ അതുകൊണ്ട് സ്വതന്ത്ര തിരുവിതാംകൂർ എന്തു പാടില്ല? ഇന്ത്യയുമായി ബന്ധമുള്ള ഒരു സംഘടനയും പാടില്ല. ഇവിടെ പ്രവർത്തിക്കുന്നത് തിരുവിതാംകൂർ കോൺഗ്രസ് ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ പറ്റില്ല. ആലോചിച്ച് നോക്കണം. 20 മിനിറ്റ് കൂടിക്കാഴ്ച. അദ്ദേഹം KC ജോർജിന്റെ ആത്മകഥയിലുള്ള കാര്യമാണ് പറയുന്നത്, എന്റെ കണ്ടെത്തലല്ല. അദ്ദേഹം പറയുകയാണ്, അപ്പോ തന്നെ ഞാൻ വളരെ ലളിതമായ നിർദ്ദേശം മുൻപോട്ട് വെച്ചു എന്നാണ് KC ജോർജ് പറഞ്ഞിട്ടുള്ളത്. എന്താ പ്രശ്നം? ഞാൻ പാർട്ടിയുടെ പേര് മാറ്റിയേക്കാം. സിമ്പിൾ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളത് തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേര് മാറ്റി, വലിയ ബോർഡ് സ്ഥാപിച്ചു. അപ്പോ സർ CPയുടെ തിട്ടൂരത്തിന് വഴങ്ങി ചരിത്രമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. സർ CP ഒന്ന് വിളിച്ച് കണ്ണുരുട്ടിയപ്പോൾ സ്വന്തം പാർട്ടിയുടെ പേര് മാറ്റാൻ തയ്യാറായവരാണ് CPക്കെതിരെ ആയിരക്കണക്കിന് ആൾക്കാരെ കുരുതി കൊടുത്തത്. ഇവിടെയാണ് കാപട്യം. ഈ കാപട്യത്തെയാണ് നാം ചോദ്യം ചെയ്യുന്നത്. ഇതിന് ആര് സമാധാനം പറയും? ഏതെങ്കിലും പാർട്ടികൾ ഇന്നേ വരെ അവർ അഡ്രസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആരുടെയും പേരിൽ പാപഭാരമൊന്നും നിശ്ചയിക്കേണ്ട. പക്ഷേ ഞങ്ങളുടെ നേതാക്കൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാനുള്ള രാഷ്ട്രീയമായ പക്വത, അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ഒന്നും ആത്മാക്കൾക്ക് നീതി കിട്ടില്ല. എന്തിനോ വേണ്ടി അവരെരിഞ്ഞൊടുങ്ങി, അവരെന്തിനോ വേണ്ടി അവരുടെ ജീവിതം ഇല്ലാതെയാക്കി. ഈ പുസ്തകത്തിൽ ഇവിടെ പറഞ്ഞു, കണ്ണു നിറഞ്ഞല്ല നമുക്ക് ഈ പുസ്തകം വായിക്കാൻ പറ്റില്ല. നിരവധി പേര് പറഞ്ഞു, എന്തിനായിരുന്നു, ഞങ്ങൾ എന്തിനു വേണ്ടി പോയി. ഉപ്പും മുതിരയും വരുന്ന കഥകളൊക്കെ വേറെയുണ്ട്, പോയിക്കോട്ടെ. അപ്പോ സർ CPയുടെ തിട്ടൂരത്തിന് മുൻപിൽ മുട്ടുവിറച്ചവർ, നട്ടല് വളച്ച് സ്വന്തം പാർട്ടിയുടെ പേര് മാറ്റിയവരാണ് പുന്നപ്രയിലും വയലാറിലും സർ CPക്കെതിരെയായിരുന്നു ഞങ്ങളുടെ സമരം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഈ തെറ്റിദ്ധാരണയെ അവസാനിപ്പിക്കും. ഇത്തരത്തിലുള്ള ചരിത്രപരമായ നിരവധി ചോദ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നേരെ ഉയരും. അതുകൊണ്ട് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു, രക്തസാക്ഷികളെ അവഹേളിക്കുക എന്നത് നമ്മുടെ അജണ്ടയെ അല്ല. അവർ സാധാരണക്കാരാണ്, അവർ പിന്നാക്കക്കാരായിരുന്നു, നിരക്ഷരരായിരുന്നു, സാധാരണ മനുഷ്യരായിരുന്നു. പാർട്ടി പറഞ്ഞതിനെ വേദവാക്യമായി എടുത്ത സാധാരണ മനുഷ്യർ, തങ്ങൾക്ക് നല്ലൊരു കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ടിരുന്നവർ, അവരെയൊക്കെ സമർത്ഥമായി വഞ്ചിച്ച് പുന്നപ്രയിലും വയലാറിലും ഒക്കെ നടന്ന ഇറ്റുവീണ ചോരയിൽ ചവിട്ടി നിന്നാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് 956 അധികാരം ഏറ്റെടുത്തത്. പിന്നീട് ഇന്നുവരെ അവർക്കതിന് റിപ്പന്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ചെയ്തു, ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തവരെ മുഴുവൻ ഇല്ലാതെയാക്കാൻ പാർട്ടിക്ക് പറ്റി. അത് വർഗീസ് വൈദ്യനാകട്ടെ, നമ്മളുടെ കുന്തക്കാരൻ പത്രോസ് ആകട്ടെ, നിരവധി ആൾക്കാരെ അവർ ഇല്ലാതെയാക്കിയിട്ടുണ്ട്, ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും തുടച്ചു നീക്കിയാൽ ഇല്ലാതെയാകുന്നതല്ല ചരിത്രമെന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വന്ദേ മാതരം.